ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ. കാരണം ഈ മാസമാണ് ഞങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ. ഈ മാസം ലാസ്റ്റ് ഞങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ ആണ്. അവർക്ക് 1 വയസ്സ് തികയാൻ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം 1 വർഷം ആയത് എത്ര പെട്ടെന്ന് 1 വർഷമായി ഞാൻ ആലോചിക്കുന്നതാണ്. അപ്പോൾ മക്കളെ പ്രസവിച്ച് കിടന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി ദൈവം ഒരു 3 മാസം എങ്ങനെ ആക്കിയെടുക്കും, അല്ലെങ്കിൽ ഒരു 6 മാസം എങ്ങനെ ആക്കിയെടുക്കും എന്നൊക്കെ നമ്മൾ. പക്ഷേ 1 വർഷം എന്ത് പെട്ടെന്നാണല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിലോട്ട് എത്താനുള്ളൊരു എന്താ പറയുക, ആ ഒരു ടെൻഷൻ, പിന്നെ മക്കൾ ജനിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെ ഭയങ്കര ഒരു ഇതുള്ളൊരു മാസമുണ്ട് എനിക്ക് ഒക്ടോബർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ, ഊട്ടുതിരുന്നാൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ ഒരു മാസമാണ് എനിക്കിപ്പോൾ ഒക്ടോബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല. ഞാൻ ഡെയിലിയും ഇങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് റൂം വൃത്തിയാക്കാനേ സാധിക്കാറില്ല കേട്ടോ. എപ്പോൾ നോക്കിയാലും വൃത്തികേടായി കിടക്കായിരിക്കും. രാത്രി മക്കൾ കളിക്കുന്നതിൻ്റെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചിലപ്പോൾ കളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റൂം വൃത്തിയാക്കാൻ സമയമേ കിട്ടാറില്ല. അപ്പോൾ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കുറച്ച് നേരം മാറി നിന്നപ്പോൾ ഞാൻ ചെയ്തതാണ് ഈ പണികളൊക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഒരാൾ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മുഴുവനായിട്ട് നമ്മൾ ചെയ്യിക്കാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരു കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ ആരെങ്കിലുമൊക്കെ വരും. ഉള്ള സമയം കൊണ്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും തട്ടിക്കൂട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് മാത്രമേ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഉച്ചയ്ക്കത്തുള്ള ഞം എന്തെങ്കിലും ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ഉണ്ടാക്കും. പിന്നെ ഈ കരച്ചിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഗൈസ്. അപ്പോൾ എന്നെ കാണുമ്പോഴുള്ള കരച്ചിലാണോ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. അതുവരെ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും, പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ.